കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ഒന്നാം തരം നാടൻ കോഴിക്കറിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. വറുത്തരച്ച് മൺചട്ടിയിലൊക്കെ വെച്ചിട്ട് തയ്യാറാക്കുന്ന നല്ല അസൽ കോഴിക്കറിയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ഉണ്ടാക്കിയിട്ട് ആ മൺചട്ടിയിൽ അതേപോലെ അടച്ച് വെച്ച് പിറ്റേ ദിവസമൊക്കെ എടുത്ത് കൂട്ടുകയാണെങ്കിൽ അതിന് ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ചിക്കൻ കറി തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ കറി ഉണ്ടാക്കാനായിട്ട് 1 കിലോഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അരപ്പിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു അടി കട്ടിയുള്ള പാത്രം എടുത്തിട്ട് അത് ചൂടായപ്പോൾ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല അടികട്ടിയുള്ള പാത്രം തന്നെ എടുക്കുക, എങ്കിൽ നമുക്ക് സാധനങ്ങളൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് വറുത്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ അരിയാണ് ചേർക്കുന്നത്. നമ്മൾ ചോറ് വെക്കുന്ന സാധാരണ അരിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. മട്ടയരി അല്ലെങ്കിൽ വെള്ളയരി, ഏത് പുഴുങ്ങലരി വേണമെങ്കിലും നമുക്ക് ചേർക്കാം. അരി ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് കുറച്ച് കൊഴുപ്പും കിട്ടും, അതുപോലെ തന്നെ അരി വറുത്തതിൻ്റെ നല്ലൊരു ഫ്ലേവറും കൂടി കിട്ടും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അരി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 വലിയ അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും പിന്നെ ഒരു 5-6 ചുവന്നുള്ളി അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. ചുവന്നുള്ളി ഇല്ലെങ്കിൽ സാധാരണ സവാള ഒരു ചെറിയ കഷ്ണം ചേർത്താൽ മതി. പിന്നെ 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില കൂടി ചേർത്തു. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വരെ തേങ്ങ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ അങ്ങ് വറുത്തെടുക്കാം. തേങ്ങ ഞാനൊരു 240 മില്ലി അളവിലുള്ള കപ്പിൻ്റെ ഏകദേശം ഒരു 1/4 ഭാഗത്തോളമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ തേങ്ങ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ പെരുംജീരകം, അതായത് വലിയ ജീരകം ചേർത്തിട്ടുണ്ട്. ഒരു ഏലക്കായ് ചേർക്കാം, 2 ഗ്രാമ്പു ചേർക്കാം, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട. ഇത്രയും ചേർത്തിട്ട് എല്ലാം കൂടി നല്ലതുപോലെ വറുത്തെടുക്കാം. നമ്മളിങ്ങനെ സ്പൈസസ് ചേർക്കുന്ന സമയത്ത് അത് കൂടിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക, കാരണം അരച്ചെടുക്കുന്നതാണല്ലോ. അപ്പോൾ അതൊക്കെ കൂടിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു ചുവയായിരിക്കും. അപ്പോൾ ഇതുപോലെ കുറച്ച് മാത്രം ചേർക്കുക. അപ്പോൾ ഇത് തേങ്ങയും എല്ലാം കൂടി നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. നല്ല ഡാർക്ക് ഗോൾഡൻ കളറാകുന്നത് വരെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്തിട്ട് ഈ പൊടികളെല്ലാം കൂടി ചെറിയ തീയിൽ വെച്ച് 1 മിനിറ്റ് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികൾ ചേർക്കുന്ന സമയത്ത് തീ കുറച്ച് കൊടുക്കണം. എന്നിട്ട് ഏകദേശം 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1.5 മിനിറ്റ് സമയം ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു അരപ്പിന് വേണ്ടിയിട്ടുള്ള വറവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. അതിനുശേഷം ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ആ പാത്രത്തിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം അടിഭാഗമൊക്കെ കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു മൺചട്ടി ചൂടാക്കിയിട്ടുണ്ട്. മൺചട്ടിയാണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചൂടായ ചട്ടിയിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 3-4 ഗ്രാമ്പു ചേർക്കാം. പിന്നെ 2 ഏലക്കായ് ചേർക്കുന്നുണ്ട്. 2 ചെറിയ കഷ്ണം പട്ട കൂടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിതിലേക്ക് 2 സവാള നേരിയതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ ഒരു 3 എണ്ണം വരെ എടുക്കാം. സവാള നല്ലതുപോലെ വഴറ്റിയെടുക്കാം. വഴറ്റുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് സവാള നല്ല സോഫ്റ്റായിട്ട് വരുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള ഏകദേശം ഒന്ന് സോഫ്റ്റായിട്ട് തുടങ്ങുന്ന സമയത്ത് ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റാം. അപ്പോൾ സവാള ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. സവാളയുടെ കളറൊക്കെ ചെറുതായി മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് 2 തക്കാളി കൂടി ചേർക്കുന്നുണ്ട്. തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിതിവിടെ അടച്ചു വെക്കുകയാണ്. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ തക്കാളി പെട്ടെന്ന് നല്ലതുപോലെ വെന്ത് ഉടഞ്ഞു കിട്ടും. അതിനായിട്ടാണ്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട്. ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിരിക്കുകയാണ്.
അതിനുശേഷം അരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കുക. സാധാരണ പച്ചവെള്ളമാണ്. എന്നിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ. നല്ല സ്മൂത്തായിട്ട് അങ്ങ് അരച്ചെടുക്കണം. അപ്പോൾ അരപ്പ് റെഡി ആയി കഴിഞ്ഞു. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഈ തക്കാളി വേവിക്കാൻ വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കഴുകി റെഡിയാക്കി വെച്ച ചിക്കൻ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർക്കാം. ചിക്കൻ ചേർത്തിട്ട് കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ച് 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ചിക്കൻ്റെ ഒരു പിങ്ക് കളർ മാറിയിട്ട് ഒരു വെള്ള കളറായിട്ട് വരുന്നത് വരെ ഏകദേശം ഒരു 2 മിനിറ്റെങ്കിലും ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരച്ച മിക്സിയുടെ ജാറിലേക്ക് 2 പ്രാവശ്യമായിട്ട് ഏകദേശം 1.5 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ അരപ്പും വെള്ളമൊക്കെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കറി ഒന്ന് തിളച്ച് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിവിടെ അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് വരെ നമുക്ക് ഈ കറി നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഇതിലെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വരണം. ഞാനൊരു 20 മിനിറ്റ് വരെ ഇത് വേവിക്കുന്നുണ്ട്. ചിക്കൻ ഒന്നുകൂടി നല്ലതുപോലെ വെന്ത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു 20 മിനിറ്റ് നമ്മുടെ കറി നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിലെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് സോഫ്റ്റായി മാറിയിട്ടുണ്ട്. അതുപോലെ കറി നല്ല ആവശ്യത്തിന് തിക്കായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് തിക്കായിട്ടല്ല, എന്നാലും നല്ലൊരു പാകത്തിലുള്ള ഇതിലായിട്ടുണ്ട്. അപ്പോൾ ഇത് മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്ക് 2-3 പ്രാവശ്യം തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അധികം ലൂസാവാത്ത കറിയാണല്ലോ, കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ തന്നെ മൺചട്ടിയിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് 2-3 പ്രാവശ്യം തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ കറി നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അവസാനം ഇതുപോലെ കുറച്ച് നെയ്യ് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. നെയ്യിൻ്റെ ഒരു ചെറിയ ഫ്ലേവറും ഒക്കെ ആയിട്ട് നല്ല രുചിയായിരിക്കും. അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. മല്ലിയില നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ നമ്മൾ വറുത്തരച്ച് വെക്കുന്ന കറിയിൽ അത് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. കറിവേപ്പില തന്നെ ധാരാളമാണ്. അപ്പോൾ അങ്ങനെ ഇതാ മല്ലിയില കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കറി അടുപ്പത്തുനിന്ന് മാറ്റാം. നമ്മുടെ നല്ല അടിപൊളി വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നമുക്ക് എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചോറും സാദാ ചോറിൻ്റെ കൂടെ പോലും അടിപൊളിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്